ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു ഈവനിങ്, അതായത് നമ്മളെ വീട്ടിലുള്ള ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാനിരിക്കുന്നത്. എൻ്റെ സഞ്ചിയൊക്കെ കണ്ടോ, അതായത് നമ്മളിവിടെ ഇഞ്ചിയും പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കളച്ചെടുക്കാൻ വിചാരിച്ചു. അതിൻ്റെയൊക്കെ ടൈം ആയി കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പം അതൊന്ന് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ പറങ്കി അങ്ങനെയൊക്കെ പറയും പല പേരിലായിട്ട്. നമ്മൾ കശുവണ്ടി, കാഷ്നട്ട് അങ്ങനെയൊക്കെയാ പറയുക. അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ചുട്ടെടുക്കുന്നതും പിന്നെ ഒന്ന് ഇവിടുത്തെ വളപ്പിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങുന്നതും ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ എന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിന് ഈ കവർ പിടിച്ചിരുന്നല്ല, ഞാൻ ആക്ച്വലി കുറേ സാധനം ഇങ്ങനെ വളപ്പെന്നെല്ലാം പെറുക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ്. അപ്പൊ എന്റെ കണ്ടോ പച്ചമുളകിന്റെ തൈ, ഇതൊക്കെ കാർഷിക ഭവനിൽ മേടിച്ച് നട്ടതാണ്. ഒത്തിരി പച്ചമുളക് കിട്ടീന്. ഇത് എന്നിട്ട് ഞാനിത് ഉപേക്ഷിച്ചതെന്ന് വെച്ചാൽ പറിച്ച് ഏകദേശം അതിന്റെ കാലാവധി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇതാ പച്ചമുളക് ഉണ്ടായി ചെറിയത്. നല്ല എരിവാണ്, കറിയിലൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ നമ്മളെ തൊടിയിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കില്ലേ. നമുക്കത് എന്താ പറയുക, പറിക്കുന്നതും കറിയിലിട്ട് കഴിക്കുന്നതും ഒക്കെ എനിക്ക് അങ്ങനെയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇതൊക്കെ. അപ്പം ഞാൻ അതൊക്കെ പറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കവർ കയ്യിൽ കരുതിയിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ഇവിടെയുള്ള കുരുമുളകിൽ ഉണ്ടായ ഇതിന്റെ കൂടെ ചേക്കാലിയാൻ തോന്നണോ അറിയില്ല, കാലി കൂടാണെ അതാ ഇത്ര ധൈര്യത്തിലോട്ട് വരുന്നിട്ടുള്ള ഒരു എന്താ പറയുക പറമ്പ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പടി കൊതുകൊക്കെയാണ്, നല്ലോണം കൊതുകൊക്കെ കടിക്കുന്നുണ്ട്. പിന്നെ ഡോഗെല്ലാം ഉണ്ട്. പിന്നെ എന്താ, ഇനി കുറച്ച് മുന്നോട്ട് പോയിക്കാൻ നമ്മൾ വയറിൻ്റെ ഒരു വശത്ത് എത്തുക. പിന്നെ മഞ്ചാടി കുരുണ്ട്. ഇത് നിങ്ങൾ നോക്കിയേ, മഞ്ചാടിയാണോ? ഇവിടെ ഒരു ചെടി എവിടെയോ കിടക്കുന്നുണ്ട്, നിറച്ച് മഞ്ചാടി വീണിട്ട് കണ്ടു. ഞാൻ പെറുക്കി എടുക്കുകയാണ് കുറച്ചൊക്കെ. അങ്ങനെ കളിക്കുന്നത്. ഇതിനെ കൊണ്ടൊരു സൂത്രം കാണിക്കാനുണ്ട്. അത് ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാ കിട്ടിയ സൈസ് കണ്ടോ ഇതിന്റെ. നമ്മുടെ വളപ്പിൽ ഇതാ പെറുക്കിയ താഴത്തെ പറമ്പിൽ നിന്ന് പെറുക്കിയ മഞ്ചാടിയാണ്. ഇത് കണ്ടോ, കുറച്ച് ഞാൻ പെറുക്കിയിട്ടുണ്ട്. എൻ്റെ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് പെറുക്കി വെച്ചതാണ്. ഞാനിപ്പോൾ എടുത്ത് വെക്കാറൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് കാണിച്ചാൽ ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് നമ്മുടെ മുന്തിരിങ്ങ കുട്ടൻ എന്ന് പറയുന്നത് ഇതാണ്. കണ്ട, ഉള്ളിൽ നിന്ന് കുഞ്ഞ് തളിരലയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു പ്രത്യേകമായിട്ട് പുതിയതായിട്ട് നട്ടുകൊടുത്ത എന്താ പറയുക നമ്മുടെ പച്ചമുളകിന്റെ ഇതാണ്. അപ്പൊ ഇതാ 3 പച്ചമുളക്. ഇതിന്റെ സൈസൊക്കെ നിങ്ങൾ നോക്ക്. ഇതാ കളർ കണ്ടോ നിങ്ങൾ. ഇതാ നമ്മുടെ കാർഷിക ഭവനിൽ മേടിച്ച സാധനമാണ്. കണ്ടോ, പുതിയ വന്നതാണ്. പിന്നെ ഇത് എന്റെ കാർഷിക ഭവനിലെ കോളിഫ്ലവറിന്റെ തൈയാണ്. ഞാൻ ഒരു പ്രതീക്ഷയിലാണ്, എന്റെ ഫസ്റ്റ് കൃഷിയാണ്. ഇപ്പൊ സംഭവം ആയിട്ടുണ്ട്. ഒന്നങ്ങ് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം, അത് ഇനിയിപ്പം എന്താ പറയാ, എനിക്ക് കുഞ്ഞ് കിട്ടിയാലും സാരില്ല, ഒന്നൊക്കെ നല്ല രീതിയിൽ കണ്ടല്ലോ, അതന്നെ വലിയ സന്തോഷം. കണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് തൈ വെച്ച് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് കോളിഫ്ലവർ. അപ്പൊ നമ്മള് അപ്പം നമ്മളിതാ ഈ ചട്ടിയിലേക്ക് നമ്മുടെ കശുവണ്ടി ഇട്ടു. ഇതാ സൈഡിൽ തന്നെ ഓല തരക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓലേനെ കൊണ്ടാണ് നമ്മളിത് ചുടാൻ പോകുന്നത്, കത്തിച്ചിട്ട്. അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മുടെ യാഗത്തിന് നമ്മൾ തീ കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇത് ഞങ്ങൾ ആക്ച്വലി പുറത്തുനിന്നാണ് ആക്കുന്നത്. പുറത്തുനിന്ന് ഇത് ആക്കാൻ പറ്റുള്ളൂ, കാരണം ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കശുവണ്ടി. ഇതിങ്ങനെ ചുരുട്ടി പിടിച്ചാലും നോക്ക് എത്ര സൂപ്പറായി. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക. പുകഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിട്ട ഹോൾസിലൂടെ തീ കയറും. അതായത് നമ്മളൊരു ഗ്യാസ് കൈൻഡ് ഓഫ് അതുപോലെ തന്നെ. അപ്പൊ ഉള്ളിൽ കണ്ടോ തീ പിടിച്ചിട്ട് കണ്ടോ, തന്നാലെ കയറിയതാണ് അതിന്റെ ഉള്ളിൽ നമ്മളിട്ട തോട്ടയിലൂടെ. അപ്പൊ ഇങ്ങനെയാണ് സംഭവം വേവുക. ഒറ്റക്കന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് കത്തി ഇങ്ങനെ ഇതായിട്ട്. അപ്പൊ ഇത് നമ്മുടെ കശുവണ്ടി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ കുറച്ച് വെണ്ണീരിപ്പം നമ്മൾ തൂവി കൊടുക്കും. അതൊന്ന് എന്താ പറയാ തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ മേലെ കുറച്ച് പാറ്റി കൊടുത്താൽ മതി വെണ്ണീര്. അപ്പൊ നമുക്കിനി മുട്ടിയിട്ട് നോക്കാം. ഓരോന്നായിട്ട് എടുത്ത് മുട്ടി നോക്കാൻ പോവാണ്. കരിഞ്ഞ് കപ്പടായോന്നൊന്നും അറിയില്ല, ഏകദേശം അതുപോലെ ഉണ്ട് അവസ്ഥ. നമുക്ക് നോക്കാവേ ഇതെങ്ങനെയാണ്. ഒരു കത്തിയാളോ ചിരട്ടയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മുട്ടി കൊടുത്താൽ നമുക്ക് കശുവണ്ടി കിട്ടും. അപ്പോൾ ഫസ്റ്റ് കൈ ഞാൻ തന്നെ നീട്ടി പിടിക്കട്ടെ, എന്നാലേ എനിക്കുള്ള കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, എല്ലാ സൈഡിൽ നിന്ന് മുട്ടി കൊടുത്ത് അതിനെ പൊട്ടാണ്ടായാലും നീറ്റിലെടുക്കണമെന്നുണ്ടെങ്കിൽ മെല്ലനെ മുട്ടി പൊട്ടാണ്ടെടുക്കാം, അല്ലെങ്കിൽ ഒറ്റയടി അടിച്ചിട്ട് പൊട്ടിച്ചിട്ടായാലും എടുക്കാം. അപ്പോൾ ഇതാണ് ഇതാ അതിൻ്റെ മേലെ ചെനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുടച്ചിട്ട് തരികയാണ് എനിക്ക്. ഇതാണ് നമ്മുടെ സാധനം. അപ്പം നമ്മളിതാ ചുട്ടെടുത്ത നമ്മുടെ കശുവണ്ടി. നല്ല ചൂടുണ്ടേ, കണ്ടോ, സൂപ്പറായില്ലേ. ഇതിങ്ങനെയും പൊട്ടിക്കും, നടുക്കൂട്ടിയും പൊട്ടിക്കും. കണ്ടോ, അതാ ബദാം പരിപ്പ്. ഇതേ നമ്മുടെ നൊസ്റ്റു
അപ്പോൾ ഇതെടുക്കാൻ ഞാനിത് ഒരു ഈർക്കിലൊക്കെ ഇവിടെ ചെത്തി മിനുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുത്തിയെടുക്കാം, ഇതിങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതാ പരിപ്പ് വേണ്ട നിങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചേ ഉള്ളങ്ങ് കഴിക്കാൻ. ഇതാണ് നമ്മുടെ ബദാം പരിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ബദാം പരിപ്പ്. പിന്നെ പോടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. കണ്ടോ, അത് കുറച്ച് ഹെൽത്തി ആയിട്ടെന്ന് തോന്നുന്നു. നല്ല 6 എണ്ണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ നമ്മുടെ ഇഞ്ചി മഞ്ഞളൊക്കെ കിളച്ച് നോക്കാൻ പോവുകയാണ്. എന്താ കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാൽ രക്ഷപ്പെട്ടു. കാരണം കിളച്ചിട്ട് ഇതിൻ്റെ അടിയിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശശിയാവൂലേ ഇത്ര കഷ്ടപ്പെട്ട് നട്ടിട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ ഉണങ്ങി അതിൻ്റെ ഇതൊക്കെ ആദ്യം മാറ്റുന്നുണ്ട്. ഇതാ ഒന്നിപ്പോൾ മാറ്റുമ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല, മഞ്ഞളാണെന്ന് തോന്നുന്നത് എനിക്ക്. ഇതാ മഞ്ഞളാണ്, നല്ല മഞ്ഞൾ കേട്ടോ. നമ്മളിത് ആക്ച്വലി ചെമ്പിൽ അമ്മ കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിയിട്ട് പൊടിച്ചിട്ടാണ് വീട്ടിലെ കറിക്കൊക്കെ യൂസ് ചെയ്യാറ്. അതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുഴുങ്ങി പൊടിക്കുന്ന ആ പ്രോസസ്സ് പണ്ടത്തെ നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അടി ഫുള്ള് കളച്ചെടുക്കും. ഇതൊക്കെ കളക്കുമ്പോൾ കണ്ടോ വരുന്നത് ഓരോന്നായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ എല്ലാം ഒന്നിച്ചിട്ടാണ് നട്ടത് നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ. അതുകൊണ്ട് ഏതൊക്കെ കിട്ടാമെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കിക്കളയാം. ഇങ്ങനെ അടിയിലോട്ട് ഒത്തിരി ഉണ്ടാകും പോയത്. ഇത് നമ്മൾ വെച്ച് കൊടുക്കുകയും ചെയ്യേ, ഇതിൽ നിന്ന് നല്ല വേരുള്ള എടുത്തിട്ട് നട്ട് കൊടുക്കുകയും ചെയ്യും. അതേ സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്തോളം വീണ്ടും കിട്ടും. മഞ്ഞൾ അതിനെ പുറമേ നിന്ന് മേടിക്കുന്ന ഇത്രയും നാച്ചുറലായിട്ട് നമ്മളെ തൊടിയിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ